Welcome to MrUnbox and Travel. This is Samsung Galaxy A53 5G. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി പക്ഷേ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഏകദേശം 2 ആഴ്ചയായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഒരു യൂസർ റിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി A53യെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ ഇല്ലേ എന്നുള്ള കാര്യം. എനിവേ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലേക്കും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബോക്സിനകത്തു നിന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വേറൊന്നുമല്ല, ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ മാത്രമാണുള്ളത്. പിന്നെ കുറച്ച് കള്ളാസും പിന്നെ ഉള്ളത് നമ്മുടെ സിം ഇജക്ടർ ടൂളും സാംസങ് ഗാലക്സി A53 5G. ഇത്ര മാത്രമാണ് ബോക്സിനൊപ്പം വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഖത്തറിലുള്ളവർക്ക് ഉള്ള ഇൻഫർമേഷനാണ്, മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർക്കല്ല. ഇപ്പോൾ ഖത്തറിൽ ഇപ്പോൾ നിലവിൽ 4 ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് സാംസങ്ങിനുള്ളത്. അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്ത ടീമാണ് ദോഹ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവരാണ് നമുക്ക് ഈ ഒരു സാംസങ് ഗാലക്സി A53 5G ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. 4 കളേഴ്സിലാണ് ഈ ഒരു A53 5G അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ കളറാണ്. ഇതുകൂടാതെ തന്നെ ബ്ലാക്ക്, വൈറ്റ്, പീച്ച്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്താൽ പിറകിലും അതുപോലെ തന്നെ ഫ്രെയിം ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള A52, A52s ഒരു സിമിലർ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ മൊഡ്യൂൾ ബോഡിയോട് ചേർന്ന രീതിയിലാണ് നമുക്ക് കാണുന്നത്. 4 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 8.1 ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്, 189 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണുന്നത്. മുകൾ വശത്തായിട്ട് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിം ട്രേ ഹൈബ്രിഡ് ആണ്, അതായത് ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി എന്നുള്ളൊരു ഓപ്ഷനിൽ. അതുപോലെ തന്നെ ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകളിൽ ഇതിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഇതാണ് ഓവറോൾ ഒരു ഡിസൈൻ വൈസ് നമുക്ക് പറയാനുള്ളത്. അത്ര ഒരു പുതുമ നൽകുന്ന ഒരു ഡിസൈൻ അല്ല എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിന്റെ സൂപ്പർ MOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഓർല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 405 പിക്സൽ പെർ ഇഞ്ച് ആണ് ഡെൻസിറ്റി. 800 nits ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്കറിയാം സൂപ്പർ MOLED എന്ന് പറയുന്നത് മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കാണുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അതേസമയം തന്നെ നമുക്കിതിൽ HDR10+ ഇതിൽ സപ്പോർട്ട് ഇല്ല എന്നതും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ നമുക്ക് മാക്സിമം ഫുൾ HD മാത്രമേ കാണാൻ പറ്റൂ എന്നതും ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മയാണ്. ഓവറോൾ ഡിസ്പ്ലേ വൈസ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രൈറ്റ് ആയിട്ട് ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ തന്നെ പ്രൊസസർ ആയിട്ടുള്ള Exynos 1280 എന്ന് പറയുന്ന 5G പ്രൊസസറാണ് വരുന്നത്. 5 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ്. മാലി G68 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ ഈ ഒരു 2 ആഴ്ച യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ, അല്ലാതെ ഒരു പവർഫുൾ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. 2 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 6GB റാമിൽ 128ഉം 8GB റാമിൽ 256GB. ഇത് കൂടാതെ തന്നെ 1TB വരെ നമുക്കിതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഹൈബ്രിഡ് സ്ലോട്ടാണ്, അതായത് ഒരേ സമയത്ത് നമുക്ക് 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ. ഇതോടൊപ്പം തന്നെ 8GB വരെ നമുക്ക് വെർച്വൽ റാം അല്ലെങ്കിൽ റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. IP67 റേറ്റിംഗോട് കൂടിയുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ 1 മീറ്റർ നമുക്ക് 30 മിനിറ്റ് വരെ യൂസ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഞാനൊരിക്കലും ഇത് വെള്ളത്തിൽ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം ചെറിയ മഴയത്തോ കാര്യങ്ങൾക്കൊക്കെ പിന്നെയും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്താൽ 5G സ്മാർട്ട് ഫോണാണ്. അതുകൂടാതെ തന്നെ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ 5.1 ആണ് വേർഷൻ വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ NFC-യും അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇവരുടെ 1 UI വേർഷൻ വരുന്നത് 4.1 ആണ്. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ കാര്യം എടുത്താൽ നമുക്കറിയാം ഒരല്പം ബ്ലോട്ട്വെയർസും കാര്യങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയറിൽ കാണുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കുത്തി നിറച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ടും അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി A53 നമുക്ക് കാണാൻ സാധിക്കുക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം.
ഫിംഗർ ലോക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഒരല്പം ലാഗ് ഫേസ് ലോക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സ്പീക്കർ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ലൗഡി ആയിട്ടുള്ളതും ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ് കേൾക്കാൻ സാധിച്ചത്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 25 വാട്ടാണ് ഇതിന്റെ മാക്സിമം ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ബോക്സിനൊപ്പം നമുക്ക് ചാർജർ അഡാപ്റ്റർ ലഭിച്ചിട്ടില്ല. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരും നമ്മുടെ കയ്യിൽ ടൈപ്പ് സി ചാർജർ അഡാപ്റ്റർ ഇല്ലെങ്കിൽ. എനിവേ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. നോർമൽ യൂസർ ആണെങ്കിൽ ഏകദേശം 1.5 ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. എനിവേ എനിക്കിതിലൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. കാരണം 25 വാട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 മണിക്കൂറിന് മുകളിൽ എടുക്കുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 33 വാട്ടിൻ്റെ ചാർജിങ് കപ്പാസിറ്റി എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിം കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റോളം നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട്. ഗ്രാഫിക്സ് ക്വാളിറ്റി എന്ന് പറയുന്നത് മീഡിയം ലെവലിൽ നമുക്ക് മാക്സിമം ഇതിൽ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ഒരു എന്താ പറയുക ഒരു ഗ്രാഫിക്സ് പെർഫോമൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ സ്മൂത്ത്നെസ് ഉണ്ട്, ലാഗ് ഫ്രീ ആണ്, വലിയ ഹീറ്റിംഗ് ഇഷ്യോ കാര്യങ്ങളൊന്നുമില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് ചുമ്മാ ഒരു ടൈം പാസിന് എന്നുള്ള രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ തന്നെയാണ്. 4 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, അതിൽ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്, 5 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മാക്രോ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ഡെപ്ത് സെൻസറാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓവറോൾ ലഭിച്ചിട്ടുള്ളത്. ഈവൻ അത് നൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡേലൈറ്റ് പെർഫോമൻസ് ആണെങ്കിലും HDR പെർഫോമൻസ് ആണെങ്കിലും പോർട്രേറ്റ് പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് മിക്ക സമയത്ത് ലഭിച്ചിട്ടുള്ളത്. അല്പം കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കിതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്രോ പെർഫോമൻസ് തന്നെയാണ്. 5 മെഗാ പിക്സൽ മാക്രോ ലെൻസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു മാക്രോ ലെൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ ഔട്ട്പുട്ടും വളരെ നല്ല ഔട്ട്പുട്ടാണ്. നൈറ്റ് പെർഫോമൻസും കുഴപ്പമില്ല. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി A53യുടേത്. സാംസങ് ഗാലക്സി A53 5Gയിൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണ്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്കിലും ഓവറോൾ വീഡിയോ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 32 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഫോട്ടോസാണ് മിക്ക സമയത്ത് ലഭിച്ചിട്ടുള്ളത്. കളേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ മിക്ക സമയത്തും നമുക്കൊരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിലും ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. വളരെ ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ടാണ് ലഭിച്ചിട്ടുള്ളത്. HDR പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ ഡേലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. പോർട്രേറ്റും അത്യാവശ്യം നമ്മുടെ ആ ഒരു സബ്ജക്റ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. നൈറ്റ് പെർഫോമൻസും നല്ലതാണ്. അപ്പോൾ സെൽഫി ക്യാമറയുടെ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു പെർഫോമൻസ് തന്നെ കാണുന്നുണ്ട്. ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി A53യുടേത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷനിങ്. OIS EAS ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്. കളേഴ്സും ഒരു നാച്ചുറൽ തന്നെയാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. സാംസങ് ഗാലക്സി A53 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 6GB + 128ന് 1349 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 27,000 രൂപയും 8GB + 256GBക്ക് വരുന്നത് 1549 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 31,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇനി ഇത് ആർക്കൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് ചോദിച്ചാൽ
നിങ്ങൾ സാംസങ് ഗാലക്സി A52, A52s അത്തരത്തിലുള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഡൗൺഗ്രേഡ് എന്നുള്ള രീതിയിലാണ് ചില കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ സാംസങ്ങിൻ്റെ ചെറിയ ഫോണുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്, ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, ബാറ്ററി പെർഫോമൻസ് നല്ലതാണ്, ഓവറോൾ പെർഫോമൻസ് ഈസ് ഗുഡ്. പക്ഷേ അതേസമയം തന്നെ ഗെയിമിംഗ് പെർഫോമൻസും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്ര ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നല്ല രീതിയിലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു സാംസങ് ഗാലക്സി A52s ആയിരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ. ഇന്നത്തെ ഈ ഒരു സാംസങ് ഗാലക്സി A53 5Gയുടെ യൂസർ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായത് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരത്തിന് മാക്സിമം ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ പറ്റിയാൽ നിങ്ങൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഒന്ന് ദയവ് ചെയ്തൊന്ന് ഫോളോ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.